പാക് പിടിയിൽ നിന്ന് മോചിതനായ വൈമാനികൻ അഭിനന്ദനെ ഡൽഹിയിൽ എത്തിച്ചു. ഡൽഹിയിൽ എത്തിച്ച അഭിനന്ദനെ വിദഗ്ധ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും. അഭിനന്ദൻ ഇന്ന് പ്രധാനമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും കണ്ടേക്കും. അതേസമയം ജമ്മുകാശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. പൂഞ്ച് മേഖലയിൽ പാക് ഷെല്ലാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. കശ്മീരിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഡൽഹിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ആർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. രാധാകൃഷ്ണൻ, 2 കാര്യങ്ങളിലാണ് വിവരങ്ങൾ വേണ്ടത്. ആദ്യമായി അഭിനന്ദൻ വർത്തമാൻ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അഭിനന്ദനെ, എന്തൊക്കെയാണ് അഭിനന്ദന് ഇന്ന് കടന്നു പോകേണ്ട നടപടിക്രമങ്ങൾ? എന്തെല്ലാം വിവരങ്ങൾ? ഗോപി, അഭിനന്ദൻ വർത്തമാൻ ഇന്ന് ആദ്യം എയിംസിലാണ് എത്തുന്നത്. അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും. അഭിനന്ദൻ വർത്തമാന്റെ ആരോഗ്യനില സംബന്ധിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് എയിംസിലെ ഡോക്ടർമാരുടെ പക്കൽ നിന്ന് ശേഖരിക്കാനാണ് വ്യോമസേന ഇപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ അടുത്ത ദിവസം തന്നെ ചുമതലകളിലേക്ക് തിരികെ പ്രവേശിപ്പിക്കും എന്നാണ് വ്യോമസേന ഇപ്പോൾ പറയുന്നത്. അദ്ദേഹത്തെ ഈ വളരെ വേഗത്തിൽ തിരിച്ച് വ്യോമസേനയിൽ എത്തിക്കുന്നത് അതൊരു മോറൽ ബൂസ്റ്റ് ആവും ബാക്കിയുള്ളവർക്ക് എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ വ്യോമസേന അധികൃതർ നൽകുന്നത്. അദ്ദേഹത്തെ പരിശോധിച്ച ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പരിശോധനാ റിപ്പോർട്ടുകൾ ആശ്രയിച്ച് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ വ്യോമസേന ഉദ്യോഗസ്ഥരുള്ളത്. എന്തായാലും ഒരു വിശദമായിട്ടുള്ള പരിശോധന ഇന്ന് അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വരും. എയിംസിലാണ് അദ്ദേഹത്തെ ഇതിനായി പ്രവേശിപ്പിക്കുക. വളരെ വിശദമായിട്ടുള്ള ഒരു ചെക്കപ്പ് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഇന്ന് കടന്നു പോകേണ്ടി വരിക. സമാനമായി അദ്ദേഹത്തിന് ഇന്ന് വ്യോമസേന മേധാവിയുമായും കൂടിക്കാഴ്ച അദ്ദേഹത്തിന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. വ്യോമസേന മേധാവിയുമായും വ്യോമസേന അധികൃതരുമായും കൂടിക്കാഴ്ച നടത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹം നടന്ന സംഭവങ്ങൾ ഡീബ്രീഫ് ചെയ്യുകയാകും വേണ്ടത്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ തനിക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളെ സംബന്ധിച്ചും ഒപ്പം തന്നെ അവരുടെ സമീപനം സംബന്ധിച്ചുമുള്ള എല്ലാ വിവരങ്ങളും അദ്ദേഹം വ്യോമസേന അധികൃതർക്ക് കൈമാറും. ഏത് വിധത്തിലാണ് പാകിസ്ഥാനിൽ അകപ്പെട്ടതെന്നും അവിടെ നിന്ന് എങ്ങനെയാണ് പാക് സൈന്യം അദ്ദേഹത്തെ പിടികൂടിയതെന്നും തുടർന്ന് എന്തൊക്കെ രീതികളിൽ അദ്ദേഹത്തെ നടപടികൾക്ക് വിധേയനാക്കി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ഇന്ന് വിശദീകരിക്കേണ്ടതായിട്ട് വരും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനോടും 3 സൈനിക മേധാവികളോടും ഒപ്പം അദ്ദേഹത്തെ ഇന്ന് കാണുന്നുണ്ട് എന്നുള്ളതാണ്. എപ്പോഴാണ് ഈ സമയം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം ഇനിയും ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, അതിനുശേഷം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അഭിനന്ദൻ വർത്തമാനെ കൂടിക്കാഴ്ചയ്ക്ക് വിളിക്കും എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. അതും ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് ആദ്യത്തെ നടപടിക്രമം അഭിനന്ദൻ വർത്തമാനെ നേരിടാനുള്ളത് എയിംസിലെ വൈദ്യപരിശോധനയാണ്. വൈദ്യപരിശോധന നടപടികൾക്കായി അല്പസമയത്തിനകം തന്നെ അദ്ദേഹം എയിംസിലെത്തും എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. വളരെ രഹസ്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഇപ്പോൾ വ്യോമസേനയുടെ തീരുമാനം. ഗോപി.